സ്പെഷ്യലിസ്റ്റ് 24. പ്രിയപ്പെട്ടവരെ നമ്മളപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് ഇപ്പോൾ മലബാറിന്റെ മണ്ണിലാണ്, മലപ്പുറത്താണ്. അത് ഞങ്ങളുടെ കൊടുങ്കോട്ട. ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും വീഴാത്ത ഞങ്ങളുടെ കൊടുങ്കോട്ട എന്ന UDF-ന്റെയും ലീഗിന്റെയും ഡബിൾ കോൺഫറൻസിന് ഓർമ്മയില്ലേ മഞ്ചേരി, ഓർമ്മയില്ലേ ഹംസ എന്നതാണ് LDF-ന്റെ മറുചോദ്യം. ഏറ്റവും ഒടുവിൽ റിയാസ് മൗലവി വധക്കേസടക്കം, ദേശീയ പൗരത്വ ഭേദഗതി അടക്കം, ഇലക്ട്രൽ ബോണ്ട് അഴിമതി അടക്കം, നരേന്ദ്രമോദിയുടെ മാച്ച് ഫിക്സിംഗ് എന്ന രാഹുൽ ഗാന്ധി ആരോപണമടക്കം അഗ്രസീവായി ചർച്ചയാകുന്ന രാഷ്ട്രീയ മലപ്പുറത്തിന്റെ മനസ്സിലെന്താണ് നമുക്ക് ചോദിക്കാൻ പറയാം. പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു മലപ്പുറം. ഇവിടെ രാഷ്ട്രീയം പറയാം. ശ്രീ TP അഷ്റഫ് അലി മുസ്ലിം ലീഗിൽ നിന്ന്, CPM-ൽ നിന്ന് ശ്രീ ശ്യാം പ്രസാദ്, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് എന്നിവർ നമ്മുടെ ചർച്ചയിൽ ചേരുന്നു. അല്പസമയത്തിനകം നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറംകാരെ, നല്ല ചൂട്, നല്ല വെയിലുള്ള സമയമാണ്, അല്പസമയത്തിനകം തന്നെ മലപ്പുറംകാരെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം TP അഷ്റഫ് അലി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വസീഫിനായി പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്. CPM-ന് ഒന്നാകെ മിഷണറി, DYFI സംസ്ഥാന പ്രസിഡന്റിനെ ജയിപ്പിക്കാൻ യൂത്ത് ബ്രിഗേഡ് ഒന്നാകെ. ഇക്കുറി ഈസി വാക്ക് ഓവറാണോ? മഞ്ചേരി ആവർത്തിക്കൽ ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? 2 ലക്ഷം വോട്ടിന് ET മുഹമ്മദ് ബഷീർ വിജയിക്കും. അതാണ് ഞങ്ങൾക്ക് വളരെ DYFIയുടെ എല്ലാ കാലത്തും നേതാക്കന്മാർ മലപ്പുറത്ത് മത്സരിക്കാറുണ്ട്. DYFIക്കും SFI സ്റ്റേറ്റ് ദേശീയ പ്രസിഡന്റുമാർക്കും ഒഴിഞ്ഞു വെച്ച സീറ്റാണ് മലപ്പുറം. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. അതിന് CH ആഷിഖിന്റെ കാലം മുതൽ ഇങ്ങോട്ട് VP സാനു വരെയുള്ള ചരിത്രമുണ്ട്. അല്ല, എത്രയാണെങ്കിലും അന്ന് ജയിച്ചത് 2 ലക്ഷത്തിൽ പരം വോട്ടിനാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാമല്ലോ. അതുകൊണ്ട് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഈ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല. പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. അദ്ദേഹം പറയുന്നത് മുഴുവൻ CAA-യുടെ കാര്യത്തിൽ പച്ചക്കള്ളം പറയുകയാണ്. അതുപോലെ തന്നെ റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പച്ചക്കള്ളം പറയുകയാണ്. എങ്ങനെയൊക്കെ ആളുകളെ ഇവിടെ പൊട്ടേഴ്സാക്കാൻ വേണ്ടി ശ്രമിക്കുമോ അതൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, മലപ്പുറത്തെ ജനങ്ങൾ പ്രബുദ്ധരാണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ വികാരമുണ്ട്. ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത, അഴിമതി, ധൂർത്ത്, ഇതിനെതിരെ അതിശക്തമായ വികാരം ജനങ്ങളിൽ രൂഢമൂലമാണ്. ഇവിടെ ഏറ്റവും സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്ക് വരെ കൃത്യമായും പണം കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരായി ഈ സർക്കാർ അധിപതിച്ചു. BJP വിരുദ്ധ വികാരമില്ലേ? അതിശക്തമായിട്ടുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും അധികം നന്നായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് പിണറായി വിജയനിൽ നിന്നും അങ്ങ് തുടങ്ങിയത് കൊണ്ട് ഞാൻ പിണറായി വിജയനെ തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ കാര്യത്തിൽ പണം കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാർ, പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാർ, തൊഴിലാളി ക്ഷേമ പെൻഷൻ 2 വർഷമായി വിതരണം ചെയ്യാൻ പറ്റാത്ത സർക്കാർ. അതേസമയം എല്ലാത്തിന്റെയും നികുതികൾ, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വൈദ്യുതി കരം വർദ്ധിപ്പിച്ചു, കെട്ടിട നിർമ്മാണത്തിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു, എല്ലാതരം ഫീസും വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇവർക്ക് ജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനോ ക്ഷേമ പദ്ധതികളോ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഏറ്റവും അവസാനം എന്ത് പറയുന്നു? കോടതിയിൽ ഒരു പാവപ്പെട്ട ഒരു വീട്ടമ്മ തന്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കാനുള്ള സ്വർണത്തിന്റെയോ ഭൂമിയുടെയോ കാര്യം പറഞ്ഞ് കേസ് ഫയൽ ചെയ്താൽ 50 രൂപയായിരുന്നു മാർച്ച് 31 വരെ ഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് അതിന്റെ വാല്യൂ അനുസരിച്ച് 2 ലക്ഷം രൂപ വരെ അടക്കാതെ ഒരു നീതി ലഭിക്കില്ല എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നീതിക്ക് പോലും ഇവിടെ വിലയിടുന്ന രീതിയിലേക്ക് ഈ സർക്കാർ ജനങ്ങളിൽ നിന്നും കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ വികാരമുണ്ട്. അതിശക്തമായ ഭരണവിരുദ്ധ വോട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഫാസിസ്റ്റ് നിലപാടുകൾ, അത് CAA-യുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ എടുക്കുന്ന സമീപനങ്ങൾ, ഇവരിപ്പോൾ ED-യെയും IT-യെയും ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടലുകൾ, ഈ പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ പ്രതിഷേധം, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സ്വഭാവം നിലനിർത്താൻ വേണ്ടി, ഇതിന്റെ ഫെഡറൽ തത്വങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം ഇതിന്റെ കൂടെ നടക്കുക. അതുകൊണ്ട് ഇരു മുന്നണികൾക്കും ഇരു സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം ഇവിടെ UDF നടത്തുന്നു. ജനങ്ങൾ അതിന്റെ കൂടെയാണ്. 2 ലക്ഷം വോട്ടിന് ET ശ്യാംപ്രസാദ്, ഇവിടെ കഴിഞ്ഞ കുറച്ച് നാൾ മാത്രം മുമ്പ് MV ഗോവിന്ദനാവട്ടെ, EP ജയരാജനാവട്ടെ, AK ബാലനാവട്ടെ, ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെന്ന മട്ടിൽ ലീഗ് പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലീഗ് വലിയ പാർട്ടിയാണ്, നല്ല പാർട്ടിയാണെന്ന് പറയുകയായിരുന്നു, വലിയ കരുത്തുള്ള പാർട്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തങ്കപ്പെട്ട കരുത്തുള്ള പാർട്ടിയാണെങ്കിൽ എന്തിനാണ് വസീഫിന് വോട്ട് അഷ്റഫിന്റെ പാർട്ടി വോട്ട് ചെയ്താൽ പോരെ? ലീഗിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഈ നാടാകെ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP-യുടെ ഭരണത്തിൽ എന്തായിരുന്നു ഈ മലപ്പുറത്തു നിന്നുൾപ്പെടെ വിജയിച്ചു പോയ UDF MP-മാരുടെ സംഭാവന എന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം നോക്കിയാൽ, ഈ ഒരു ടേമിൽ അനുഭവം നോക്കിയാൽ, ലീഗിന്റെ MP-മാർ എന്തായിരുന്നു അവരുടെ പെർഫോമൻസ്? BJP-ക്കെതിരായ ശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയുന്ന അവസരങ്ങളിൽ, ശക്തമായ ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കേണ്ട അവസരങ്ങളിൽ, അതോടൊപ്പം തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട അവസരങ്ങളിൽ, ഇവിടങ്ങളിൽ നിന്നെല്ലാം
മുസ്ലിം ലീഗിന്റെ എം പിമാരും UDF എം പിമാരും ഒളിച്ചോടിപ്പോയി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ, പാർലമെന്റിൽ ശബ്ദമാവാൻ, ഈ നാടിന്റെ ശബ്ദമാവാൻ, ഈ നാടിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു സമയത്തും UDF വിജയിച്ചു പോയ എം പിമാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടുകാർ ഇനിയും UDF വിജയിപ്പിക്കും, ഞങ്ങൾ 2 ലക്ഷം വോട്ടിന് വിജയിക്കും എന്നവർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു കാര്യം കൂടി, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് AK ബാലനും, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് EP ജയരാജനൊക്കെ ലീഗ് വലിയ പാർട്ടിയാണ്. EP ജയരാജൻ പറഞ്ഞത് അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ കരുത്തുള്ള പാർട്ടി എന്നാണ് EP ജയരാജന്റെ സർട്ടിഫിക്കറ്റ്. UDF സംബന്ധിച്ചിടത്തോളം അതിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി, കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് തന്നെയാണ് ശക്തമായ പാർട്ടി. അതിൽ ആർക്കാ തർക്കമുള്ളത്? അത് ഞങ്ങൾ എന്നും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് UDF സംവിധാനത്തിനകത്ത് ഏറ്റവും പ്രബലമായ കക്ഷി അവർ തന്നെയാണ്, കോൺഗ്രസും ലീഗും തന്നെയാണ്. ആ ലീഗ് പ്രബല കക്ഷി തന്നെയാണ് അവർക്കിടയിൽ, യാതൊരു തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനങ്ങളുടെ മികവിനെ സംബന്ധിച്ച് എന്താണ് അവർക്ക് എടുത്തു പറയാനുള്ളത്? നോക്കൂ, അങ്ങനെ ഒരു മികവ് എടുത്തു പറയാനില്ല എന്നതിന്റെ ഭാഗമായാണ് മലപ്പുറത്തെ MP ഇവിടെ നിന്നും പൊന്നാനിയിലേക്കും, പൊന്നാനിയിലെ MP അവിടെ നിന്നും ഇവിടെ മലപ്പുറത്തേക്കും കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായത്. സ്വന്തം അണികളെ പോലും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സീറ്റ് കൈമാറ്റം എന്നത് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിലയിലേക്ക് ഇവർ മാറി. നോക്കൂ, സാനു ഇവിടെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് 2 ലക്ഷം വോട്ടിനാണെന്ന് പറയുന്നു. അത് പച്ചക്കള്ളമാണ്. 1,16,000 വോട്ടിനാണ് സാനു ഇവിടെ കഴിഞ്ഞ തവണ. എന്താണ് സംശയമുള്ളത്? കഴിഞ്ഞ തവണ വോട്ട് വർദ്ധിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് VP സാനു. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. നോക്കൂ, ഈ ചർച്ച തുടങ്ങുന്ന സമയത്തു തന്നെ ഇവിടെ ലീഗിന്റെ പ്രതിനിധി ഇവിടെ എങ്ങനെയാണ് തുടങ്ങി വെക്കുന്നത്? ഈ യുദ്ധം കേരള സർക്കാരിനെതിരായ യുദ്ധമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ പെശകല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന UDF അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ലീഗിന്റെ കുഴപ്പമാണ്. നോക്കൂ, ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്താ? ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPIM ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു, അല്ലാതെ BJP അല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെച്ച നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. ഇന്ന് മുഖ്യമന്ത്രി മലപ്പുറത്തുണ്ട്, ഇലക്ട്രൽ ബോർഡിനെതിരെ പറയുകയാണ്. പക്ഷെ അവിടെ വിമർശനം BJPക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെയാണ് മുഖ്യമന്ത്രി വാളുവാങ്ങുന്നത്. എന്തുകൊണ്ടാണത്? പറഞ്ഞു വരാം, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഈ നാടിനകത്ത് ഒരു സന്ദേശം കൊടുക്കുന്നു, ലീഗ് അണികൾക്ക് ഒരു സന്ദേശം കൊടുക്കുന്നു. ഇവിടെ മുഖ്യ ശത്രു ആരാണ്? CPIM ആണ്, അല്ലാതെ BJP അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുഖ്യ ശത്രു ഇവിടെ BJP ആണ്. ഈ കേരളത്തിലും ഈ രാജ്യത്താകെയും ഞങ്ങളുടെ മുഖ്യ ശത്രു BJP തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ BJPക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം തീർക്കണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ബ്ലോക്ക് പാർലമെന്റിനകത്ത് ശക്തിപ്പെടണം എന്ന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മുദ്രാവാക്യങ്ങളിൽ ഒന്നായി ഞങ്ങൾ പറഞ്ഞത്. 3 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഹാഷ്മി, ഞങ്ങൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ BJPയുടെ ഭരണം ഇത് അവസാനിപ്പിക്കണം. 2, ഒരു മതേതര മുന്നണി ഈ നാടിനകത്ത് അധികാരത്തിൽ വരണം. 3, ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് കരുത്തു പകരാൻ കഴിയണം. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന് അർഹതപ്പെട്ട, ഈ നാടിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും പിടിച്ചു വാങ്ങാൻ കഴിയുന്ന നിലയിൽ കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന MP-മാർ വിജയിച്ചു വരണം. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ 10 വർഷക്കാലത്തെ അനുഭവം നിങ്ങൾ നോക്കൂ. ഈ കേരളത്തിന് വേണ്ടി UDF MP-മാർ പാർലമെന്റിൽ നിലകൊണ്ട് ചർച്ച നടത്തിയതിന്റെ ഒരു അനുഭവം നമുക്ക് പറയാനുണ്ടോ? ഇവിടെ പ്രളയകാലത്ത് ഈ നാട് വലിയ ദുരന്തത്തിലേക്ക്, പ്രയാസത്തിലേക്ക് പോയി. ആ സമയത്ത് ഈ കേരളത്തിന് അനുവദിച്ച റേഷൻ വിഹിതം, ആ റേഷൻ വിഹിതത്തിന് പണം പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയ സമയത്ത് ഒരു UDF MP എണീറ്റ് നിന്ന് ഇത് ഞങ്ങൾ അനുവദിക്കില്ല, കേരളത്തിന് വേണ്ടി ഇതാ ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയാൻ ഒരു UDF MP ഉണ്ടായോ? ഈ കേരളത്തിന് അർഹതപ്പെട്ട ഡിവിഡൻഡും അത് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ളവ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചപ്പോ, അതിനെതിരെ സമരം നടത്താൻ പോയപ്പോ, അതിനെതിരെ ഒരു അപേക്ഷ കൊടുക്കാൻ, പ്രധാനമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ, നിവേദനം കൊടുക്കാൻ, ഇതാ ഇതിനു താഴെ ഒന്ന് ഒപ്പുവെക്കൂ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന് വേണ്ടി ഒരു നിവേദനത്തിൽ ഒപ്പുവെക്കാൻ പോലും തയ്യാറാകാതിരുന്നവരാണ് ഈ നാട്ടിലെ UDF-ഉം മുസ്ലിം ലീഗും എന്നത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വേണ്ടി അവർ നിലകൊള്ളുന്നത്. ഒരു സംശയവും വേണ്ട, ഇത്തവണ ഈ നാട് ഇടതുപക്ഷത്തിന് കരുത്തേകും, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും. ഈ മലപ്പുറം മണ്ഡലത്തിൽ ഒരു സംശയവും വേണ്ട, 1 ലക്ഷം വോട്ടിൽ പരം ഇവിടെ വസീഫ് വിജയിച്ചിരിക്കും. ശ്രീപ്രകാശ്, ഇവിടെ ഇലക്ഷന്റെ 11ാം മണിക്കൂറിൽ ED-യെ വിട്ട് പ്രതിപക്ഷ നേതാക്കളെ പിടിച്ചകത്തിടുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ നികുതി ഭീകരതയിലൂടെ പ്രതിപക്ഷ പാർട്ടികളുടെ അവിടെ ഫണ്ടുകൾ മുടക്കി അവരെ ഇലക്ഷന് ഇറങ്ങാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുന്നു. ഇത് മാച്ച് ഫിക്സിംഗ് ആണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി. BJP കേസ് കൊടുത്ത് ശരിയാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ, പൗരത്വ ഭേദഗതി ആവട്ടെ, ഇലക്ട്രൽ ബോണ്ട് അഴിമതി ആവട്ടെ, എല്ലാ കാര്യങ്ങളിലും പ്രാദേശിക വിഷയങ്ങളാൽ കൂടുതൽ ആഞ്ഞു ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് മലപ്പുറത്ത് BJPയുടെ പ്രതീക്ഷ എന്താണ് ശ്രീപ്രകാശ്?
മലപ്പുറത്തല്ല ഇന്ത്യ രാജ്യത്ത് ആകമാനം BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇപ്രാവശ്യം BJP 400 കൂടുതൽ സീറ്റുകൾ 410 സീറ്റുകൾ ജയിച്ചു വരുമെന്നാണ് BJP ഉദ്ദേശിക്കുന്നത്. 410 ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്ര അധികം കിട്ടുമെന്നാണ്? 129 സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിലുള്ളത്. 129. ആ 129 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയത് 29 സീറ്റുകൾ. കർണാടകത്തിൽ 25 സീറ്റ്, തെലങ്കാനയിൽ 4 സീറ്റ്. ആ 29 സീറ്റിന്റെ 3 ഇരട്ടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം. അതായത് കർണാടകത്തിലും ഞാൻ പറയട്ടെ, കർണാടകത്തിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. നമുക്കറിയാം ആഷ്മി, ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, കഴിഞ്ഞ 2014 മുതൽ 2024 വരെയുള്ള നരേന്ദ്രമോദിയുടെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ആഷ്മി പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ഒരു ഭരണവിരുദ്ധ വികാരം ഈ രാജ്യത്തില്ല. ഈ രാജ്യത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞു, നേരത്തെ കോൺഗ്രസിന്റെ അല്ല ലീഗിന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും ഒക്കെ പ്രതി സംസാരിച്ചപ്പോഴും ഈ രാജ്യത്ത് കേരളത്തിലുള്ളത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പിണറായിയുടെ ഭരണവിരുദ്ധ വികാരമാണ്. ഞാൻ പറയട്ടെ, 2014 മുതൽ 2024 വരെ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറയുന്നത് ഈ ഭരണകാലത്ത് ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഷൈനിങ് കാലത്തുള്ള പോലെയല്ല ഇപ്പോൾ ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് 300-ലേറെ ജനോപകാര പ്രവർത്തനങ്ങൾ, പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജനങ്ങൾക്ക്, സാധാരണക്കാരനും പാവപ്പെട്ടവനും അവന്റെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 10 വർഷക്കാലം വലിയ ശ്രമം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 2014 കിട്ടിയതിനേക്കാൾ സീറ്റും വോട്ടും 2019 കിട്ടിയത്. അതിനേക്കാൾ സീറ്റും വോട്ടും 50%-ലേറെ വോട്ടുകൾ ഇന്ത്യ രാജ്യത്ത് പോൾ ചെയ്തതിന്റെ 50% വോട്ടുകൾ. എല്ലാം മറുപടി പറയാം സമയം തന്നാൽ. ഇലക്ട്രൽ ബോണ്ടും ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചത്, അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ആഷ്മി, ഈ രാജ്യത്ത് കഴിഞ്ഞ 2014-ലും 2019-ലും ഉണ്ടായേക്കാൾ കൂടുതൽ 50%-ലേറെ വോട്ടുകളും 410 സീറ്റുകളും ലഭിക്കുക എന്നാണ് BJP ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനമാണ് BJP നടക്കുന്നത്. അപ്പോൾ ആഷ്മി മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് ആഷ്മി സൂചിപ്പിച്ചത് കെജ്രിവാളിന്റെ അറസ്റ്റാണ്. കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നത് എങ്ങനെയാണ്? കെജ്രിവാളിന്റെ അറസ്റ്റ് നടക്കുന്ന മുൻപ് ED 9 തവണ അദ്ദേഹത്തെ നോട്ടീസ് കൊടുത്തു. 9 തവണ അദ്ദേഹത്തെ നോട്ടീസ് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ നോട്ടീസിനെതിരെ അദ്ദേഹം അവസാനം നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം പോയി. ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ തള്ളിയതിന് ശേഷമാണ്, ശ്രദ്ധിക്കണം, ഒരു മുഖ്യമന്ത്രിയെ, ഒരു നാടിന്റെ മുഖ്യമന്ത്രിയെ ED എന്ന് പറയുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 9 തവണയും അദ്ദേഹം നോട്ടീസിന് വേണ്ടി നോട്ടീസ് പ്രകാരം അല്പസമയം മുൻപാണ് സഞ്ജയ് സിംഗ് എംപിക്ക് ജാമ്യം കൊടുത്തു. ഞാൻ തെളിവിലേക്ക് വരാം. സഞ്ജയ് സിംഗ് എംപി, അതായത് മദ്യനയ അഴിമതി കേസിൽ സഞ്ജയ് സിംഗ് എംപിക്ക് ജാമ്യം കോടതി പറയലാണ്. ഈ നാളായിട്ടും ഒരു തെളിവിന്റെ കഴിഞ്ഞിരുന്ന് കോടതിയെ പറയുന്നത് തെളിവുണ്ട്. ഞാൻ പറയാം, ഒരു തെളിവില്ല. ആകെയുള്ള മാപ്പസാക്ഷിയുടെ മൊഴി നിങ്ങൾക്ക് 50 മാപ്പസാക്ഷി. ഞാൻ പറയട്ടെ, തെളിവുണ്ട് എന്ന് പറഞ്ഞത് ആദ്യമായി പറഞ്ഞത് BJP അല്ല. ആദ്യമായി പറഞ്ഞത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാറാണ് ആദ്യമായി പറഞ്ഞത്. ഇദ്ദേഹം കള്ളത്തരം നടത്തിയിരുന്നു, ഇദ്ദേഹം കട്ടിട്ടുണ്ട്, ഇദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞത് കോൺഗ്രസിന്റെ വക്താവാണ്. വക്താവ് പറഞ്ഞു. അതിനുശേഷം തെലങ്കാനയിൽ നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, കവിതക്കൊപ്പം കട്ടതിൽ ആരുണ്ട്? കെജ്രിവാൾ ഉണ്ട്. തെളിവില്ല എന്ന് പറയും. ഞാൻ പറയാം, അതിലേക്ക് വരാം. സഞ്ജയ് സിംഗ് എംപിക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. എനിക്ക് പിടിച്ചെടുത്ത പണമില്ല എന്ന് പറയുകയാണ്. പിടിച്ചെടുത്ത പണവും ഇല്ല, 50 കോടി നിങ്ങളുടെ പോക്കറ്റിലാണ്. 50 കോടി നിങ്ങളുടെ പോക്കറ്റിലാണ്. എന്നെ പറയാൻ വെച്ചാൽ ജനങ്ങൾ കാര്യം മനസ്സിലാവും. ആയിരക്കണക്കിന് ആളുകൾ കാര്യം മനസ്സിലാവണ്ടേ? അതായത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു. അറസ്റ്റ് ചെയ്ത ജാമ്യാപേക്ഷ കൊടുത്ത കോടതി ED കേസിൽ ഇദ്ദേഹത്തെ EDക്കാണ് കൈമാറിയത്. അത് മാത്രമല്ല രായ്ക്ക് രാമായണം രാവിലെ ഏറ്റവും പുലർച്ചെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. എന്തുകൊണ്ടാണ്?
ഒന്നും മനസ്സിലാക്കൂ. ഇതൊക്കെ PMLA കൊണ്ടാണ്. ഇതൊക്കെ PMLA നിയമത്തിന്റെ മാനദണ്ഡം കൊണ്ടാണ്. കേസിന്റെ മെറിറ്റ് അല്ല. സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഹിയറിംഗിന് വന്നപ്പോൾ ആ ഹിയറിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഹാജരാക്കാമെന്ന് കേന്ദ്രത്തിന്റെ വക്കീൽ പറഞ്ഞപ്പോൾ, ED-യുടെ വക്കീൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് അവർ കൊടുത്ത പെറ്റീഷൻ പിൻവലിച്ച് പോയി. അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ ആദ്യമേ തള്ളി, അദ്ദേഹത്തെ ED-യുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തു. അദ്ദേഹത്തിന് വീണ്ടും ജാമ്യം കൊടുത്തില്ല. എന്തുകൊണ്ടാണത്? ഏപ്രിൽ മാസം 15-ാം തീയതി ഞാൻ പറയട്ടെ, എപ്പോഴാണ് PMLA വകുപ്പിന്റെ മാരകത്വം കൊണ്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചു തെളിവുണ്ടോ, സഞ്ജയ് സിംഗ് ചോദിക്കുന്നു തെളിവുണ്ടോ, തെളിവിന്റെ ഒന്നുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുവാനും ആ മുഖ്യമന്ത്രിയെ ജയിലിൽ പാർപ്പിക്കാനും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ കൂട്ടുനിൽക്കുമെന്നാണ് ആഷ്മിക്ക്. അതാണ് PMLA സാർ. എനിക്ക് PMLA കുറിച്ച് അറിയാം. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹം പലതവണ പല കോടതിയിൽ പോയിട്ടും അദ്ദേഹത്തിന്റെ കേസിന് കൃത്യമായിട്ട് ED-ക്ക് അന്വേഷിക്കേണ്ടത് കവിതയും അദ്ദേഹത്തെയും ഒന്നിച്ചിരുന്ന് ചോദ്യം ചെയ്യാനാണ്. പറയാൻ അനുവദിക്കൂ. എന്നെ പറയാൻ അനുവദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ കവിതയെയും അറസ്റ്റ് ചെയ്ത കവിതയെയും അദ്ദേഹത്തെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അദ്ദേഹത്തിന് 9 തവണ നോട്ടീസ് കൊടുത്തത്. ഈ 9 തവണ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ED-യുടെ നോട്ടീസിന് വേണ്ടി അവിടെ ഹാജരാവാതിരുന്നത്? എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? ഞാൻ പറയട്ടെ, അങ്ങനെ ഈ രാജ്യത്ത് കോടതികൾ പോലും അനുകൂലമായ ഒരു നിലപാട് ഈ കെജ്രിവാൾ നൽകിയില്ല. ഇനി ബോണ്ടിലേക്ക് ഞാൻ വരതുകൂടി പറയാൻ അനുവദിക്കൂ. അല്ല, നമ്മുടെ കോൺഗ്രസിന്റെ ഫണ്ട് പിടിച്ചു എന്ന് പറഞ്ഞില്ലേ ആഷ്മി? എന്ന് തുടങ്ങിയത് 94 മുതൽ 95 കാലത്ത് നമ്മുടെ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറർ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള IT ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള IT-യുടെ അക്കൗണ്ട് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തു. ഞാൻ പറയട്ടെ അതിനെതിരെ 2016-ൽ ഞാൻ അതിന് നാൾവഴികൾ പറയട്ടെ, ആളുകൾക്ക് മനസ്സിലാവണ്ടേ. അതായത് 2004 മുതൽ 2005 വരെയുള്ള പ്രശ്നം 2016 മുതൽ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 2016 മുതൽ പിന്നീട് 2014 മുതൽ 2020 വരെയുള്ള കാലം, 2014, 15, പിന്നെ 15, 16 അങ്ങനെയുള്ള 2020 വരെയുള്ള സംഗതികളിൽ എത്രയോ തവണ തെളിവുള്ളത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തും വിളിച്ചു പറയാം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു ഉത്തരവ് അവർക്ക് കിട്ടാതെ? ഞാൻ പോകുന്നുണ്ട്. 13A എന്ന ഇൻകം ടാക്സ് ആക്ടിന്റെ അനുകൂലം കിട്ടണമെങ്കിൽ ITR 7 എന്ന് പറഞ്ഞ ഫോം ഫിൽ ചെയ്തു. ഞാൻ പറയട്ടെ, അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിലുള്ള പണത്തിന് കണക്കില്ല. അതിന്റെ ഇത്രയും സമയം കിട്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ബാധകമായതാണ്. രാഷ്ട്രീയ പാർട്ടിക്കും ബാധകമാണ്. ഞാൻ പറയട്ടെ, 42 കോടി അൺഡിസ്ക്ലോസ്ഡ് ആണെങ്കിൽ 4000 കോടി പിടിക്കണം കോൺഗ്രസ് പറയാണ്. കോൺഗ്രസ് പേപ്പർ അടക്കം പുറത്തോട്ട് പറയാനാണ്. ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളതല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള കൺട്രോളിൽ സ്ഥാപനങ്ങളല്ല. ഒരു കാര്യം മനസ്സിലാക്കൂ. ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസി, കേരളത്തിലെ പോലീസ് ആയാലും ശരി, ED ആയാലും ശരി, IT ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, അതിനെ സ്വതന്ത്രമായി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഖജനാവിലേക്ക് അടക്കേണ്ട നികുതി അടക്കേണ്ടതിന് ബാധ്യത കോൺഗ്രസിനുണ്ട്. ആ ബാധ്യത നിറവേറ്റത്തോളം കാലം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നടപടികൾ അതിന് കുറ്റം പറഞ്ഞ കാര്യമില്ല. മേഖലയിൽ നിങ്ങൾ റെയ്ഡ് നടത്തും, പിന്നാലെ കോടികൾ. മറ്റ് വേദാന്തയിൽ റെയ്ഡ് പിന്നാലെ കോടികൾ, DLF-ൽ റെയ്ഡ് പിന്നാലെ കോടികൾ. ഇതാരോട് കോടതിയിലെ റിപ്പോർട്ടാണ്. SBI പുറത്തുവിട്ട രേഖയാണ് ഞാൻ പറയുന്നത്. SBI പുറത്തുവിട്ട രേഖയാണ്.
DLF ൽ റെയ്ഡ് നടത്തി പിന്നാലെ 170 കോടി അല്ലേ? കാര്യം ചോദിക്കട്ടെ സാർ, എന്ത് അഴിമതി ബോണ്ട് വാങ്ങാത്ത രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആരാണുള്ളത്? സാർ, റെയ്ഡ് നടത്തി ബോർഡ് വാങ്ങിയ ആരാ ഉള്ളത്? റെയ്ഡ് നടത്തി ബോർഡ് വാങ്ങിയ ആരാ ഉള്ളത്? CPIM വാങ്ങിയിട്ടില്ല. റെയ്ഡ് നടത്തി ഞങ്ങളാണ് കേസ് കൊടുത്ത് സുപ്രീം കോടതിയിൽ പോയി 25 കോടി രൂപ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവന്നത് ഞങ്ങളാണ്, ഇടതുപക്ഷമാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കണക്കാണ് ഞങ്ങൾ പറയുന്നല്ല. ഇടതുപക്ഷ പാർട്ടിയിൽ 25 കോടി രൂപ DMK കൊടുത്തിരിക്കുന്നു. സാർ, 6000 കോടി 25 ലക്ഷോ എന്താ പറയുന്നത്? 25 ലക്ഷം കോടി. 6000 കോടി. 6000 കോടി. 6000 കോടി. സാർ, ബീഫ് കയറ്റി അയക്കുന്ന കമ്പനി നിങ്ങൾ പൈസ വാങ്ങി. ബീഫ് കയറ്റി അയക്കുന്ന കമ്പനി നിങ്ങൾ പൈസ വാങ്ങി. മനസ്സിലാക്കേണ്ടത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് കള്ളപ്പണമല്ല, സുതാര്യമായ പണമാണ്. അത് ഈ രാജ്യത്തെ ദാവൂദ് ഇബ്രാഹിം എവിടുന്ന് ബാലിശമായ ചോദ്യങ്ങൾ ഉത്തരം കേട്ടാൽ മനസ്സിലാക്കാനുള്ള ആഷ്മിക്ക് വേണം. അല്ലാതെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കും. TP അഷ്റഫലി 410 BJP, ഇവിടെ വസീഫ് 1 ലക്ഷത്തിന് വോട്ടിൽ ഭൂരിപക്ഷം. മറുപടി അല്ല, BJPയുടെ ഈ കണക്ക് ലോജിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവർ വെറുതെ ഇവിടെ ഇരുന്ന് 410 എന്ന് പറയുന്നതല്ലാതെ BJP കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടിയായി മാറും, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതാണ് ഇന്ത്യ മുന്നണിയുടെ സാഹചര്യങ്ങൾ കാണുന്നത്. കാരണം ഗുജറാത്തിൽ, അതുപോലെ തന്നെ രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ, ഡൽഹിയിൽ, ഹരിയാനയിൽ, പഞ്ചാബിലൊക്കെ ഇവർ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഡിക്ലൈനിങ് സ്റ്റേജ് ആണ്. അത് യാഥാർത്ഥ്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. അവിടെയൊക്കെ കേരളത്തിൽ 10 സീറ്റ്, കേരളത്തിൽ ഇപ്പോൾ 1 സീറ്റ് പോയിട്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും കിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. പത്തനംതിട്ട ആവട്ടെ, തൃശ്ശൂർ ആവട്ടെ, എവിടെയാവട്ടെ, കേരളത്തിൽ ഈ വയനാട് പോലും കഴിഞ്ഞ തവണ ഞാൻ പറയുന്നത് വയനാട്ടിൽ പോലും BDJS വാങ്ങിയ വോട്ട് വീതം പോലും വാങ്ങാൻ സുരേന്ദ്രന് കഴിയില്ല. അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ വാങ്ങി വോട്ട് വാങ്ങാൻ കഴിയില്ല. ആ അവസ്ഥയിലായിരിക്കും കേരളത്തിൽ BJP. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ITയും EDയും വിട്ട് ഈ പറയുന്ന രൂപത്തിൽ അറസ്റ്റ് ചെയ്ത് ഇത്രയുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ മരയിപ്പിച്ചിട്ട് ഇവർ 2016 തുടങ്ങിയിട്ടുള്ള നടപടികളാണ്. എന്തുകൊണ്ട് നിങ്ങൾ 2016 തുടങ്ങിയിട്ടുള്ള നടപടികളാണ്. നിങ്ങൾ 10 വർഷം ഭരിച്ചല്ലോ. 2014 അധികാരത്തിലെത്തിയ ഉടൻ നിങ്ങൾക്ക് 95-ലെ സീതാറാം കേസരി ട്രഷററായ കാലത്തെ കോൺഗ്രസിന്റെ കണക്കിൽ പ്രശ്നമുണ്ടെന്ന് നോട്ടീസ് അയക്കാമായിരുന്നല്ലോ. അയച്ചോ? ഇല്ല. അവസാനം വരെ ഇവർ കാത്തിരുന്നുകൊണ്ട് ഇവർക്ക് ആകെ മുട്ടിടിച്ചു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ യോജിപ്പ്, അതുപോലെ തന്നെ കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നോർത്ത് ഇന്ത്യയിൽ ജനങ്ങൾ അതിശക്തമായി വിരുദ്ധ വികാരത്തിലാണ്, ജനങ്ങൾ പ്രയാസത്തിലാണ്. അത് കൃത്യമായി അറിയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടെ വേട്ടയാടി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഈ സഖ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നത്. ഒരിക്കലും നടക്കില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു, BJPയുമായി ആരെല്ലാം ഇവിടെ കരാറിൽ ഏർപ്പെട്ടോ അവർക്കൊക്കെയും ഇവിടെ ഇവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടെ മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ ഓർഗനൈസ്ഡ് ലൂട്ടും ലീഗലൈസ്ഡ് പ്ലണ്ടറും അതാണ് ഇവർ ഇവിടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും അവസാനം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത മാപ്പുസാക്ഷി സതീഷ് റെഡ്ഡിയുടെ ആനന്ദ് ഫാർമ 59.5 കോടി BJPക്ക് ഇലക്ട്രൽ കൊടുത്തു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് ജനങ്ങൾക്കറിയാം. എല്ലാം അറിയുന്ന ജനങ്ങൾക്ക് BJPയെ ഇലയും കൂട്ടി പുറത്തെറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അക്കാര്യത്തില്ല. കേരളത്തിൽ ഇവർക്ക് മത്സരിക്കാൻ പോലും ഭയമാകുന്ന വിധത്തിൽ ഭീകരമായ വോട്ട് ചോർച്ച ഉണ്ടാകും. ഇവിടെ CPM പ്രതി പറയുന്നത് എന്താണ്? BJPയും CPM ആണ് മത്സരം എന്ന്. അവർക്ക് വേണ്ടത് ഇവിടെ BJP വളരലാണ്. ഞങ്ങൾക്ക് വേണ്ടത് BJP ഇവിടെ ഒരു ശക്തിയെല്ലാം തെളിയിക്കലാണ്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം എന്ന്. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിൽ BJP ഒരു ശക്തി ല്ല. ഇവിടെ UDFും LDFും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. അതിന്റെ രാഷ്ട്രീയം ഇപ്പോഴും മനസ്സിലാക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിക്കും അവരുടെ രാഷ്ട്രീയത്തിനും സാധിക്കുന്നില്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണ് മുഖ്യ ശത്രു. BJP അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണം. ഇതാണ് ഞങ്ങൾ കാണുന്നത്. കേൾക്കൂ, അതിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. BJPയെ പ്രതിരോധിക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ ആര് വിജയിക്കണം? ഇവിടെ ഒന്നും ലീഗ് വിജയിച്ചു പോയിട്ട് കാര്യമുണ്ടോ? കോൺഗ്രസ് വിജയിച്ചു പോയിട്ട് കാര്യമുണ്ടോ? കോൺഗ്രസുകാർ വിജയിച്ചു പോയിട്ട് BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനും സാധിക്കില്ല. കോൺഗ്രസുകാർ മുഴുവൻ BJPയിലേക്ക് കാലുമാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ വസീഫ് ജയിക്കുന്നു നോക്കുക. അവിടെ കേന്ദ്രത്തിൽ പോകുമ്പോൾ മോഡി രാഹുൽ എന്ന ഓപ്ഷൻ വന്ന ആർക്കാണ് വസീഫ് കൈവക്കുക?
നോക്കൂ, മതനിരപേക്ഷ മുന്നണിക്കാണ് ഇടതുപക്ഷം ഇവിടെ മുൻഗണന നൽകുന്നത്. അതിനോടൊപ്പമാണ് ഞങ്ങളുള്ളത്. അവിടെ രാഹുൽ എന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രാധാന്യവുമില്ല. നിങ്ങൾ കണ്ടില്ലേ കോൺഗ്രസ് ഇപ്പൊ എന്താണ് സ്ഥിതി? ഉപ്പിലിട്ട മാങ്ങ പോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന്. പിന്നെ നിങ്ങൾ നോക്കൂ, ഉപ്പിലിട്ട മാങ്ങ ചുങ്ങി ചുങ്ങി പോവല്ലേ അതാണ് അതിന്റെ കാര്യം. മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അത് മാങ്ങ ചുങ്ങി ചുങ്ങി വരും. ഇതാണ് അതിന്റെ കാര്യം. ഇവര് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ചുരുങ്ങി വന്നു. അവർക്ക് ഈ നാടിനകത്ത് ഒരു പ്രതിപക്ഷ പാർട്ടിയായി പോലും നോക്കൂ, അവർക്ക് പറയാൻ കഴിയൂ പ്രതിപക്ഷ പദവി ആർക്കില്ല. പ്രതിപക്ഷ നേതാവിന്റെ പദവി പോലും ഇല്ലാത്ത കോൺഗ്രസ് ആണ്. കാരണം ഇവിടെ നിന്നും പോയി MP-മാരും MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഇന്ന് BJP-യുടെ പാളയത്തിലാണ്. 180 കോൺഗ്രസിന്റെ MP-മാരും MLA-മാരും മുൻ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഇന്ന് BJP-യുടെ MP-മാരായി നിൽക്കുകയാണ്. ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് നമുക്ക് പോകാനാവുമോ? ഒരു മതനിരപേക്ഷ മുന്നണിയാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരിക. അവിടെ രാഹുൽ ഗാന്ധി എന്നതിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇവിടെ പല വിഷയങ്ങൾ, മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ, ദേശീയ രാഷ്ട്രീയം അടക്കം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. ചോദ്യങ്ങളിലേക്ക് പോകാം. എന്താണ് ആരോടാ ചോദ്യം? ആരോടാ? പ്രകാശ് സാറോടും ചോദിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമായും ഇവിടെ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊന്ന് പൗരത്വ വിഷയം തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, നിങ്ങൾ വേഷം കണ്ടിട്ട് ആളുകളെ തിരിച്ചറിയണമെന്ന്. അതുപോലെ തന്നെ ഈ സംഘികൾ ഈ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലും വഹിച്ച പങ്കെന്താണെന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ പൗരത്വം ചോദിക്കുന്നു, മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തപ്പെട്ട് മറ്റുള്ള എല്ലാ വിഭാഗങ്ങൾക്കും നിങ്ങൾ പൗരത്വം അനുവദിക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ മണ്ണ് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ നാമകരണത്തിൽ അറിയപ്പെടുന്ന ഒരു മണ്ണിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, ഈ ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ വിരിമാറി കാണിച്ചു കൊടുത്ത ഒരു ജനതയുടെ പിന്മുറക്കാർക്ക് പൗരത്വമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ വഹിച്ച പങ്ക് എന്താണ്? സഹോദര, ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അങ്ങ് കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പൗരന്മാരായിട്ടുള്ള 140 കോടി ജനങ്ങൾ, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും പാർസിയോ ജൈനനോ ഏത് മതക്കാരനാണെങ്കിലും അവർക്ക് ബാധകമല്ലാത്ത ഒരു സാധനമാണ് പൗരത്വ ഭേദഗതി നിയമം. ആ നിയമം പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ആളുകൾ, അവിടുത്തെ ഭൂരിപക്ഷമല്ല, അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ആളുകൾ അവിടെ മതവിഭേചനം കൊണ്ട്, മത അക്രമം കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് അവരെ ഇന്ത്യൻ പൗരന്മാരായി സ്വീകരിക്കുവാനുള്ള അപേക്ഷ സ്വീകരിക്കാനും അവരെ പൗരന്മാരാക്കുവാനുള്ള നിയമമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം. ഈ ഭേദഗതിയും രാജ്യത്തെ ഞാൻ പറയട്ടെ, ഞാൻ ചോദ്യം 2023 മൻമോഹൻ സിംഗിന്റെ രാജ്യസഭയിൽ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചാണ് പറയുന്നത്. ബംഗ്ലാദേശ് ലൈക്ക് കൺട്രീസ് എന്നാണ് പറയുന്നത്. അതായത് ബംഗ്ലാദേശും അതുപോലെ തന്നെയുള്ള രാജ്യങ്ങളിലും മതവിവേചനം അനുഭവിക്കുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് വന്നാൽ, അന്ന് LK അദ്വാനിയാണ് പ്രധാനമന്ത്രി, അദ്ദേഹത്തോട് പറയുകയാണ്, അദ്ദേഹത്തോട് മൻമോഹൻ സിംഗ് നേരിട്ട് പറയുന്നു, ആ വീഡിയോ ആഷ്മിയുടെ കയ്യിലുണ്ടോ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറഞ്ഞു, മൈനോറിറ്റീസ് ഓഫ് ദ കൺട്രീസ് ബംഗ്ലാദേശ് മതമല്ല അടിസ്ഥാനം, അവിടെ മതവിവേചനം. ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന ഭരണഘടനാ പ്രമാണം ലംഘിച്ചു നിങ്ങൾ. അതാണ് അത് ആർക്കാണ്? എങ്ങനെയാണ്? ആർട്ടിക്കിൾ 14 ആണോ പറയുന്നത്? ആർട്ടിക്കിൾ 14 ആർക്കാ ബാധകം? ഈ രാജ്യത്തിന്റെ പരിധിയിലുള്ള എല്ലാവർക്കും ബാധകമാണ്, പൗരന്മാർക്ക് മാത്രമല്ല. പൗരന്മാർക്ക് മാത്രമല്ല സാർ, അല്ല സാർ, എനിക്കറിയാലോ. ഈ രാജ്യത്തിന്റെ പരിധിയിലുള്ള എല്ലാവർക്കും ബാധകമാണ്. ഞാൻ ചോദ്യം ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞിട്ട് ആശം പറഞ്ഞോളൂ. അതായത് അന്ന് മൻമോഹൻ സിംഗ് 2003 പറഞ്ഞത് അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ആരാണ്? മുസ്ലിങ്ങൾ അവിടുത്തെ മൈനോറിറ്റീസ് അല്ല. ബംഗ്ലാദേശിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, ജൈനന്മാരാണ്, സിഖുകാരാണ്, പാസികളാണ്. അങ്ങനെ മൈനോറിറ്റികളായിട്ടുള്ള ജനവിഭാഗങ്ങൾ അനുവദിക്കൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന
മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇവിടെ മതത്തിന്റെ അക്കോമഡേറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യണം. തന്നെയാണ് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടി നിയമ ഭേദഗതി എത്രയും പെട്ടെന്ന് വരുത്തണമെന്ന് 2003 എന്ന് പറഞ്ഞു പറഞ്ഞു. പക്ഷേ ഈ ആർട്ടിക്കിൾ 14 രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം ബാധകം തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല സാർ. ഒരു വക്കീലായി അങ്ങനെ പറയരുത്. ഒരു അഭിഭാഷകൻ അങ്ങനെ പറയരുത്. താങ്കൾക്ക് വളരെ നന്നായി അറിയാം, ഇവിടെ പൗരന്മാർക്ക് മാത്രം ബാധകമാവുന്നത് ഏതൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാം. ഇവിടെ പൗരന്മാർക്കും ഇതിന്റെ പരിധിയിൽ കഴിയുന്ന എല്ലാവർക്കും ബാധകമായ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കില്ല സാർ. ഇന്ത്യൻ പൗരന്മാർക്ക് അല്ല സാർ, ആർട്ടിക്കിൾ 14 രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കഴിയുന്ന എല്ലാവർക്കും ബാധകമാണ്. അല്ല സാർ, താങ്കളെ പഠിപ്പിക്കുന്ന ആളല്ല, താങ്കളെ പഠിപ്പിക്കാനല്ല. പക്ഷേ ആർട്ടിക്കിൾ 14 രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ കഴിയുന്ന ഏത് മനുഷ്യർക്കും ബാധകമാണ്. അങ്ങനെയാണത്. നമ്മുടെ രാജ്യത്ത് ഈ മൈനോറിറ്റീസ് ആയ മറ്റു രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് വരുമ്പോൾ ആർട്ടിക്കിൾ 14 പറയരുത്. അത് വേറെ സാർ, അത് വേറെ സാർ, അത് വേറെ കാര്യം. ആർട്ടിക്കിൾ 14 അതൊക്കെ ഓൾറെഡി പല കോടതി സ്ഥാപിക്കപ്പെട്ട സാധനമാണ്. ഈ കോടതി വായിച്ച ഞാനും പറയുന്നത്, ഞാൻ പറയട്ടെ, 30% മൈനോറിറ്റീസ് പാകിസ്ഥാനിലുണ്ടായിരുന്നു. 1947 30% മൈനോറിറ്റീസ് ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. ഇന്ന് പാകിസ്ഥാനിലെ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് 5% താഴെയാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, പാസി എല്ലാം കൂടി 30% അത് 5% താഴെയാണ്. അവിടെ ഉണ്ടായിട്ടുള്ള മതമൗലിക തീവ്രവാദികളുടെ അക്രമം കാരണം, മതവിഭജനം കാരണം അവിടുത്തെ ആളുകൾ ഇന്ത്യയിലേക്ക് ഓടിപ്പോരുകയാണ്. സഹായിക്കാനുള്ള അവിടെ അഹമ്മദിയാക്കളുണ്ട്, അവിടെ നിരീശ്വരവാദികളുണ്ട്. അവരെ കേറ്റുവോ? ഞാൻ പറയട്ടെ, അതായത് അവിടെ മുസ്ലിം സമുദായം എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും. അഹമ്മദിയാക്കൾ നിരീശ്വരവാദികൾ ഈ പറഞ്ഞ മതപ്രശ്നങ്ങൾ നേരിടുകയാണ്. ഞാൻ പറയട്ടെ, മതമാണ് അടിസ്ഥാനം. അതാണ് പ്രശ്നം. മതം അവിടെ മതവിഭജനം അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക്, പാവപ്പെട്ട ആളല്ല, പാവപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ അല്ലാന്ന് തോന്നില്ല. അഹമ്മദിയാക്കളെ കേട്ടില്ല, ഈ രാജ്യത്തെ ജനങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാജ്യത്ത് നിന്നും വേർപെട്ട് അങ്ങോട്ട് പോയിട്ടുള്ള പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അക്കോമഡേറ്റ് ചെയ്യേണ്ട മോറലായിട്ടുള്ള നിങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവരെ അടിച്ചു കൊല്ലാം. ഈ രാജ്യത്തെ ഇവരുടെ ന്യൂനപക്ഷ സ്നേഹമില്ലേ? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എത്ര പേരെ ഇവര് ചുട്ടരിക്കുന്നു, എത്ര പേരെ കലാപത്തിലൂടെ കൊല്ലുന്നു, എത്ര പേരെ ഇവര് ആൾക്കൂട്ട കൊലപാതകത്തിലൂടെ കൊല്ലുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ? ആർട്ടിക്കിൾ 14 പോലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ ഈ വിധത്തിൽ ഇങ്ങനെ ഈ CAA എന്തുകൊണ്ട് ബാധിക്കുന്നത് പറയുന്നത്. ഇവിടെ ഒരു കാര്യം, ഇവിടെ നരേന്ദ്രമോദി പാലക്കാട് വന്നു. പാലക്കാട് വന്നപ്പോ ആരൊക്കെയാ ക്ഷണിച്ചത്? അവിടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ക്ഷണിച്ചു. അതുപോലെ തന്നെ പാലക്കാട്ടെ കൃഷ്ണകുമാർ ക്ഷണിച്ചു, മലപ്പുറത്തെ അബ്ദുസലാമിനെ ക്ഷണിച്ചു, നരേന്ദ്രമോദിയും അതുപോലെ തന്നെ സുരേന്ദ്രനും റോഡ് ഷോക്ക്. അവിടെ സലാം പുറത്ത്, ബാക്കി 3 പേരെ സ്ഥലമില്ല, പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നരേന്ദ്രമോദി എന്താണ് CAA എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ. പിന്നെ രണ്ടും ഇംപ്ലൈന്റ് ആണ്. NRCയും CAAയും തമ്മിൽ ഒരുമിച്ചുള്ള നിയമങ്ങൾക്കകത്ത് ഇവിടെ ശ്രീപ്രകാശ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു പാർട്ടിയാവാൻ യോഗം സലാമിന് കിട്ടാൻ പോകുന്നില്ല. BJPക്കാർക്ക് സലാമിന് സെക്യൂരിറ്റി പ്രശ്നമാണ്. BJP അവിടെ പ്രധാനമന്ത്രി കേൾക്കില്ലേ?
ഒരു പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത സെക്യൂരിറ്റിയാണോ? സലാം എന്ന പേര് നിങ്ങൾക്ക് സെക്യൂരിറ്റി പ്രശ്നമാണ്. പ്രധാനമന്ത്രി അല്ല, സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റി സ്ഥാനാർത്ഥി കേട്ടില്ല. സ്ഥാനാർത്ഥി കേട്ടില്ല. പ്രകാരമാണ് ആ നിയന്ത്രണ പ്രകാരമാണ്. സലാമിന് മാത്രം നിയന്ത്രണം ശരിയാണോ? മുസ്ലിം ലീഗ് എന്തിനാണ് ഈ കണ്ണീരൊടുക്കുന്നത്? എന്താ സലാമിന് പ്രശ്നം? മുസ്ലിം പേരായതുകൊണ്ടാണ് സെക്യൂരിറ്റി പ്രശ്നം. എന്താ പറയണം? സലാമിന് സീറ്റ് കൊടുത്ത് മുസ്ലിം ലീഗ് ആണോ BJP ആണോ? BJP അല്ലേ സീറ്റ് കൊടുത്തത്? സലാമിന് സീറ്റ് കൊടുത്ത് BJP ഉറപ്പുള്ള സീറ്റ് കൊടുത്തിട്ട് അവിടെ ജയിച്ചാൽ കേന്ദ്രമന്ത്രി തോൽവി ഉറപ്പുള്ള സീറ്റ് കൊടുത്തിട്ട് ജയിച്ചാൽ കേന്ദ്രമന്ത്രി അല്ല പ്രധാനമന്ത്രി എഴുതാൻ പറയുള്ളൂ. പ്രധാനമന്ത്രി എന്തിനാ കേന്ദ്രമന്ത്രി? രാജ്യത്ത് ആർക്കൊക്കെ എവിടെയൊക്കെ സീറ്റ് കൊടുക്കണമെന്നും ആരൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കണമെന്നും അറിയാവുന്ന പാർട്ടിയാണ് BJP. മുസ്ലിം ലീഗിന് മോലെ പൊട്ടക്കിണറ്റിലെ തവളയല്ല, പൊട്ടക്കുണത്തിലെ തവളയാണ് മുസ്ലിം ലീഗ്. രാജ്യത്ത് 17 അത് മനസ്സിലാക്കുന്നു. ഞാൻ യാദൃശികമായിട്ടാണ് എത്തിയത്. BJPയിലെ വക്താവിനോടാണ് ചോദ്യം. എന്തെങ്കിലും നമ്മുടെ ഈ കേരളത്തിലെ പച്ചമണ്ണിൽ മലപ്പുറത്തിൽ ഈ ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് BJPയോട് ചോദ്യം അപ്രസക്തമാണ് എന്നുകൊണ്ട് ഞാൻ കോൺഗ്രസ് വക്താവിനോടാണ് ചോദിക്കുന്നത്. ഒരു 5 മിനിറ്റ് മുമ്പ് താങ്കൾ പറഞ്ഞു, പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റും പറഞ്ഞു, പിന്നെ ഇവിടെ മത്സരം ഇടതുപക്ഷവും കോൺഗ്രസുമാണ്, BJP എല്ലാം. അത് പച്ചക്ക് പബ്ലിക്കായിട്ട് കേരളത്തിലെ നാഷണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ശത്രു BJP അല്ല എന്ന് പച്ചക്ക് പറയുന്നുണ്ട് ഒരു ചോദ്യം. ഒരു സംശയമില്ല, കേരളത്തിൽ ഞങ്ങൾക്ക് BJP ഒരു ശത്രുവേ അല്ല. അതിനാൽ രാഷ്ട്രീയ നലമാണ്, രാഷ്ട്രീയ പരസ്യമായി തന്നെ പറയുന്നത്. കേരളത്തിൽ BJP ഞങ്ങൾക്ക് ശത്രുവേ അല്ല. അതേസമയം കേന്ദ്രത്തിൽ BJPയും ഞങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എവിടെയാണ് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തോടെ ഏറ്റുമുട്ടുന്നത്? BJPയാണ്. കോൺഗ്രസിനോട് ഏറ്റുമുട്ടുന്നത് BJPയാണ്. ഇവിടെ ആകെ 43 സീറ്റിൽ മത്സരിക്കുന്ന എന്നിട്ട് പാർലമെന്റിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എവിടെയായിരുന്നു? നിങ്ങൾ പറ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എവിടെയായിരുന്നു? ഇന്ത്യകളിൽ മത്സരിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിന്റെയും ഫോട്ടോ വെച്ച് വോട്ട് ചോദിക്കുകയാണ്. സീതാറാം യെച്ചൂരി എവിടെ? പ്രകാശ് കാരാട്ട് എവിടെ? പിണറായി വിജയൻ എവിടെ? ഇന്ത്യ മുന്നണി ആയിക്കോട്ടെ. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ മുന്നിലാണ് CPM. അതുകൊണ്ട് രാഹുൽ അപ്രസക്തമാണെന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള അന്ധത ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് തന്നെയാണ് ഇന്ത്യയിൽ പ്രസക്തനായ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ ബസ്സാണ് രാഹുൽ ഗാന്ധിയാണെന്നും പറഞ്ഞു ഇവിടുന്ന് പോയവരാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം 6 മാസക്കാലം രാഹുൽ ഗാന്ധിയെ തപ്പി കോൺഗ്രസുകാരും ലീഗുകാരും ഈ രാജ്യമാകെ പരതിയിട്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. അതാണ് രാഹുൽ ഗാന്ധി. അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒരു വ്യക്തിയല്ല, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിയെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബിംബം ഉണ്ടാക്കുന്നത്? അതിനപ്പുറത്തൊരു മതനിരപേക്ഷ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്ന ദൃഢനിശ്ചയത്തിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ രീതിയിലേക്ക് വളർന്നു വരുന്നില്ല? നിങ്ങൾ നോക്കൂ, ഇവിടെ പറഞ്ഞല്ലോ BJP ദേശീയ തലത്തിൽ ഞങ്ങളുടെ ശത്രുവാണ്, കേരളത്തിൽ ശത്രുവല്ല. ഇതാണ് ലീഗിന്റെ വാദം. ഒറ്റ കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് അത് ഏത് മുക്കിലും മൂലയിലും ആവട്ടെ, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അത് BJP-യാണ്, സംഘപരിവാരമാണ്. ഇത് പറയാൻ CPM-ന്റെയോ LDF-ന്റെയോ നേതാക്കൾക്ക് മുട്ടുവിറക്കില്ല. എന്നാൽ ഇവിടെ ലീഗിന്റെ നേതൃത്വത്തിന് BJP-യാണ് ശത്രു എന്ന് പറഞ്ഞ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എവിടെ പോയി ലീഗ്? ഒരു മിനിറ്റ്,
അല്ല, ഇ പി പറഞ്ഞാൽ BJP യുടെ ഒന്നാമത്തെ സ്ഥാനാർത്ഥികളാണ്. ദേശീയ തലത്തിൽ ഒരു മിനിറ്റ് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ ശത്രു BJP ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വോട്ട് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് മുത്തലാഖിനെതിരായി ഈ കേരളത്തിൽ നിന്നും വിജയിച്ചു പോയ UDFന്റെ MP-മാർ വോട്ട് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് NIA നിയമ ഭേദഗതിയിൽ മുസ്ലിം ലീഗിന്റെയും UDFന്റെയും MP-മാർ ചർച്ചയിൽ പങ്കെടുത്ത് അതിനെതിരായി ഒരു വോട്ട് രേഖപ്പെടുത്താൻ പോകാതിരുന്നത്? ഇതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ദേശീയ തലത്തിൽ ലീഗിന്റെ ശത്രു BJP ആണെന്ന് പറയും, പക്ഷേ അവർക്കെതിരായി ഒരക്ഷരം പാർലമെന്റിൽ പറയാൻ, അവർക്കെതിരായി വോട്ട് രേഖപ്പെടുത്താൻ ലീഗിന് മുട്ടുവരയ്ക്കും. മറുപടിയിലേക്കാണ് ഇവരിലേക്കാണ് ചൂടിനെ വെല്ലുന്ന ചൂടിൽ രാഷ്ട്രീയം പറയാണ് മലപ്പുറം. നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറത്തുകാരോട് ഒരിക്കൽ കൂടി പോകുന്നു. എന്താ ചോദ്യം? ആരോടാ? BJP പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. 2016 ഇലക്ഷന്റെ സമയത്ത് അവർ 60 രൂപക്ക് പെട്രോൾ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെട്രോൾ കേരളത്തിലെ ഏതെല്ലാം പെട്രോൾ പമ്പുകളിലാണ് വിതരണം ചെയ്തിട്ടുള്ളത്? പിന്നെ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആ 60 രൂപക്ക് BJP പ്രവർത്തകർ അടച്ച ആ പെട്രോൾ എവിടെയാണ് വിതരണം ചെയ്യുക? അതിന്റെ കൃത്യമായ രീതിയിൽ കണക്ക് പറഞ്ഞു തരണം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഈ മണ്ഡലത്തില് UDFന്റെ സാരഥികളാണ് ജയിച്ചു പോയിട്ടുള്ളത്, 2004 ഒഴികെ. അപ്പോൾ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ പാർലമെന്റിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ എംപിമാര് UDFന്റെ MP-മാരൊക്കെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടും അവിടുന്ന് വോട്ടെടുപ്പ് ചെയ്യാതെ വോട്ട് ചെയ്യാതെ മുങ്ങിയ സാഹചര്യമൊക്കെ ഉണ്ട്. ഇവിടെ വസീഫിനെ വോട്ട് ഇത്ര ന്യൂനപക്ഷങ്ങള് UDFന്റെ കാര്യമാണ് പറയുന്നത്. ഇത്ര ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വസീഫിനെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടാൽ വസീഫും അതുപോലെ തന്നെ വസീഫിന്റെ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യയുടെ മറ്റു MP-മാരും ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവർത്തനങ്ങൾ, എന്ത് നിലപാടാണ് പാർലമെന്റിനകത്ത് എടുക്കാന്നുള്ള അറിയാം. പ്രേമം പറയുന്നുണ്ട്. റിയാസ് മൗലവിന്റെ കേസ് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അയാൾ മരിച്ചിട്ട് ഒരു പാവം ആളെ കൊന്നിട്ട് അയാളെ മരിച്ചിട്ട് അയാളെ വീട്ടിക്ക് കൊണ്ടാക്കി കൊടുക്കരുത്. അയാളെ മഹലിൽ ഒന്ന് ബോഡി പ്രദർശനം വെക്കാനോ ഈ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല. ഇവരെന്ത് ചെയ്തു വെച്ചാല് അവിടെ 144 പാസ്സാക്കി അവിടെ മരിച്ച ഏരിയയില്, എന്നിട്ട് കൊടകിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത്. അതാണ് പിണറായിന്റെ ന്യൂനപക്ഷ പ്രേമം. രണ്ടാമത്തെ ഒരു ചോദ്യം പറയാനുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് CPM UPA സർക്കാരിനെ താങ്ങി നടന്നിട്ടുണ്ട് ഇവിടെ മുമ്പ് പറഞ്ഞു. ആ ആളുകള് ഇപ്പൊ വോട്ട് ചെയ്യേണ്ട സമയത്ത് മരപ്പട്ടിക്കും ഈനാമ്പെച്ചിക്കും വോട്ട് ചെയ്യാതിരിക്കാൻ അരിവാച്ചുട്ടിക്ക് വോട്ട് ചോദിക്കേണ്ട ഗതികേടൊക്കെ എത്തിയത് എന്താ വെച്ചാൽ ഈ പിണറായി നയിച്ച് ഈ സാധനം പടലങ്ങ വേണ്ടി കീപ്പെട്ട് പോയി. ഇവിടെ CPM-ന്റെ പ്രതിനിധിക്ക് NIA ഭേദഗതി നിയമം എന്താണെന്ന് പോലും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് AM ആരിഫിനും അറിയില്ലായിരുന്നു. NIA ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തെ പൗരന്മാരെ സംബന്ധിച്ചുള്ള ഭേദഗതി നിയമമല്ല പാർലമെന്റിൽ അന്ന് വന്നത്. ഇന്ത്യക്ക് പുറത്തു നിന്ന് ഈ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ വരുന്ന സമയത്ത് വരുന്ന ഭേദഗതി നിയമമായിരുന്നു. ആ ഭേദഗതി നിയമത്തിൽ ഞങ്ങൾ വാക്കൗട്ട് നടത്തി. അന്ന് വോട്ട് ചെയ്യേണ്ട കാര്യം, കാരണം ഞങ്ങൾ വോട്ട് ചെയ്യാതിരുന്നത് ഞങ്ങൾക്ക് അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി വോട്ട് ചെയ്യാതെ രാജ്യസഭയിലും സംഭവിച്ചു. രാജ്യസഭയിൽ ഇവർ വോട്ട് ചെയ്തില്ല. അപ്പോഴേ അവർക്ക് ബില്ല് എന്താണെന്ന് മനസ്സിലാവുന്നത്. രാജ്യസഭയിൽ CPM NIA ഭേദഗതി നിയമത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. അത് രേഖ പരിശോധിക്കട്ടെ. അപ്പോഴാണ് ഇവർക്ക് ബില്ല് പോലും പഠിക്കാതെ നേരെ രാവിലെ വന്ന് സഭയിലിരിക്കുന്ന ഒരു MP ഒരു കനൽ തരിയാന്നുണ്ടായിരുന്നത്. ഈ രീതിയിലാണ് ഇവർ പോകുന്നത്. ഇവിടെ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഇന്ത്യയിലെ മാർദ്ദർക്ക് വേണ്ടി, ഇന്ത്യയിലെ പീഡിതർക്ക് വേണ്ടി പോരാടിയത്
മുത്തലാഖ് കല്യാണത്തിന് പോയി. രണ്ട് എംപിമാരാണ് എല്ലാ കാലത്തും. അല്ല, മുത്തലാഖ് ബില്ലിൽ കല്യാണത്തിന് പോകാനും പറഞ്ഞു. മുത്തലാഖ് ബില്ലാവട്ടെ, ശരീഅത്ത് ബില്ലാവട്ടെ, നിങ്ങൾ വോട്ട് ചെയ്തോ? പറ. വോട്ട് ചെയ്തില്ല. ഞാൻ പറയട്ടെ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യാതെ മുങ്ങിയത്? നിങ്ങൾ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തോ? അല്ല, വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തോ? ചോദ്യമല്ല. ഇവരും ബിജെപിയും സിപിഎമ്മും ബിജെപിയും ഒരേപോലെയാണ്. ബിജെപി ശ്യാം ഉണ്ടെന്ന് ഓടിയുണ്ട്. എടാ, സൗണ്ട് പറഞ്ഞോണ്ടോ? ഇല്ല. ഹലോ, പറഞ്ഞു. അതായത് സൗണ്ട് ഉണ്ടാവില്ല. നോക്കൂ, ശബ്ദത്തെ കുറിച്ച് നോക്കൂ. ഞങ്ങൾക്കൊരു വേദി ലഭിച്ചാൽ തങ്ങൾ ഓരോ അവസരം ലഭിച്ചാൽ നമ്മൾ ഒരവസരം ലഭിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരവസരം ലഭിച്ചാൽ ആ അവസരം ഉപയോഗപ്പെടുത്തി ഈ നാടിന്റെ ആകെ ശബ്ദമാവാൻ ഞങ്ങൾ ഏത് വേദിയെയും വിനിയോഗിക്കും. അത് ചാനൽ ചർച്ചയാണെങ്കിലും സഭയിൽ നടക്കുന്ന ചർച്ചയാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ വിനിയോഗിക്കും. അല്ലാതെ ബിരിയാണി കഴിക്കാൻ ഒളിച്ചോടില്ല, ബിജെപിയെ പേടിച്ച് ഒളിച്ചോടില്ല. ഇനി ഒരു കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുമ്പ് നിങ്ങൾ പരസ്യത്തിലേക്ക് പോയി, ഇടവേളയിലേക്ക് പോയി. ഒറ്റ കാര്യം, എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ബിജെപി ഞങ്ങളുടെ ശത്രുവല്ല എന്ന് ഇവിടെ ലീഗിന്റെ പ്രതിനിധി ഇവിടെ വന്ന് പറയുന്നത്? കുഞ്ഞാലിക്കുട്ടി കേൾക്കൂ, അത് പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ലല്ലോ. പൂർത്തീകരിക്കട്ടെ, കേൾക്കൂ. എന്തുകൊണ്ടാണ്? അതിന് മറുപടി PMA സലാം എന്ന ഇവരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? PMA സലാം എന്ന ഇവരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ബിജെപിക്കാരെ കാണും, ബിജെപി നേതൃത്വത്തെ കാണും, ബിജെപിയുടെ വോട്ട് വാങ്ങും. ആരാണ് പറഞ്ഞത്? PMA സലാം. കേൾക്കണം, ഒളിച്ചോടുകയല്ല വേണ്ടത്. ഒറ്റക്കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. കേരളത്തിൽ CPM അല്ല മുഖ്യ ശത്രു, നോക്കൂ, CPM BJP അല്ല എന്ന് പറയാൻ കാരണം ബിജെപിയുമായി ഈ കേരളത്തിൽ മുസ്ലിം ലീഗും UDF-ഉം ഉണ്ടാക്കിയിട്ടുള്ള വോട്ട് കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ BJP ഞങ്ങളുടെ ശത്രുവല്ല. അപ്പൊ രാഷ്ട്രീയം പറയാണ് മലപ്പുറം. ശ്രീപ്രകാശ്, ഇവിടെ എല്ലാ കാലത്തും എല്ലാ ഇലക്ഷനിലും CPM പറയും കോൺഗ്രസിന് BJP ബന്ധം, കോൺഗ്രസ് പറയും CPM-നും BJP ബന്ധം. എല്ലാ കാലത്തും ഈ പറയുന്ന പാർട്ടികളും ബന്ധം ആരോപിക്കപ്പെടാനും മാത്രം വിശ്വാസതയില്ലാത്തൊരു ജൂനിയർ പാർട്ണറായി നിങ്ങൾ ഇക്കാലം അത്രയും കേരളത്തിൽ മാറിപ്പോയത് എന്തുകൊണ്ടാണ് ശ്രീപ്രകാശ്? അത് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും കേരളം വിട്ടാൽ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് CPM-ഉം കോൺഗ്രസും. മുസ്ലിം ലീഗല്ല, LDF-ഉം UDF-ഉം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവർ. അവർ ഈ രാജ്യത്ത് കേരളത്തിൽ BJPയുടെ വളർച്ച തടസ്സപ്പെടുത്തുക എന്നതാണ് ഈ രണ്ട് മുന്നണിയുടെ ലക്ഷ്യം.
രണ്ട് മുന്നണി ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നാണ്. അങ്ങനെ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ രണ്ട് മുന്നണികളും ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ന് കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾക്കും കിട്ടുന്ന അതേ പരിഗണന ഈ കേരളത്തിൽ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ തിരുവനന്തപുരം പോലെയുള്ള, പത്തനംതിട്ട പോലെയുള്ള, തൃശ്ശൂർ പോലെയുള്ള, പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ തന്നെ BJPക്ക് ഇപ്രാവശ്യം നല്ല മുന്നേറ്റം കേരളത്തിലുണ്ടാവും. എന്തായാലും BJPക്ക് കേരളത്തിൽ MP-മാരുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ MP-മാരുണ്ടാകും. ഈ പൊട്ടക്കിണറ്റിലെ തവളയായിട്ടുള്ള മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗും LDF ആകെ മത്സരിക്കുന്നത് എത്ര സീറ്റിലാണ്? CPM മത്സരിക്കുന്നത് 43 സീറ്റിലാണ്. മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് എത്ര സീറ്റിലാണ്? മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് 4 സീറ്റ്. ഞാൻ പറയട്ടെ, കോൺഗ്രസ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുന്നത് 270 സീറ്റിലാണ്. ഈ 270 സീറ്റിലും കോൺഗ്രസ് പാർട്ടി ജയിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റുകയില്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം, ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, LDF-ഉം എല്ലാവരും കൂടി ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള 55 സീറ്റെങ്കിലും ഇവർക്ക് കിട്ടിയാൽ മഹാഭാഗ്യം എന്നാണ് പറയുന്നത്. ഈ പ്രാവശ്യം ഈ രാജ്യത്തുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ആ ജനക്ഷേമ ജനങ്ങൾ താമരക്കോട്ട് ചെയ്യും. അത്ഭുതം നടന്നാൽ അത് നമ്മൾക്ക് അത്ഭുതം നടക്കില്ല. മലപ്പുറത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കും. വലിയ മുന്നേറ്റം ഉണ്ടാക്കും. ജയിക്കുമായില്ലത് ഞാൻ ജൂൺ 4-ാം തീയതി പറയാം. ആഷ്മി ഒരു കാര്യം പറയട്ടെ, ഈ മലപ്പുറത്ത് BJPക്ക് 2004 മുതലുള്ള BJPയുടെ വോട്ട് വീതം പരിശോധിച്ചാൽ അതായത് BJPക്ക് 82,000 വോട്ടുകൾ താമര അടയാളത്തിൽ 2019. അത് മാത്രമല്ല ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ മലപ്പുറത്ത് മലപ്പുറത്ത് നരേന്ദ്രമോദിയുടെ നേരത്തെ മലപ്പുറത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ശ്രീപ്രകാശിന് കിട്ടിയ വോട്ടിന്റെ പകുതി സലാമിന് കിട്ടില്ല. കാരണം BJPക്കാർ പോലും വോട്ട് ചെയ്യില്ല. സലാം എന്നാണ് പേര്, BJPക്കാർ വോട്ട് ചെയ്യില്ല. ശ്രീപ്രകാശിന് കിട്ടിയ വോട്ടിന്റെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ആണ് മത്സരം നടക്കുന്നതെങ്കിൽ 10 സീറ്റ് കിട്ടില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്കാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പെങ്കിൽ പോലും BJPക്ക് ഇവിടെ 10 സീറ്റ് കിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ മലപ്പുറം മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ സംഭാവനയാണ് ശ്രീ അബ്ദുൽ സലാം. ഒന്നത്. 2, BJP പാലക്കാട് മോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന റാലിയിൽ, റോഡ് ഷോയിൽ അബ്ദുൽ സലാമിനെ എന്തുകൊണ്ടാണ് കയറ്റാതിരുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. പൗരത്വ നിയമ ഭേദഗതിയും BJPയും RSSും മുന്നോട്ട് വെക്കുന്ന ആശയവും അതാണ് വളരെ വ്യക്തമായി കാണിക്കുന്നു. ഇവിടെ ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ, ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നതാണ് BJP കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മാറ്റി നിർത്തിയത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റക്കാര്യമേ ഇവിടെ നിലപാടുണ്ടാവണം. ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ജീവൻ പോയാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ നാട്ടിലെ
വരും. ഓക്കെ നമ്മുടെ സമയം കഴിയുകയാണ്. നമ്മൾ അങ്ങനെ വളരെ വിശാലമായി ചർച്ച ചെയ്തതിൽ കൂടി വളരെ അഗ്രസീവായി രാഷ്ട്രീയം പറയുകയാണ്. മലപ്പുറം കാത്തിരുന്ന് കാണാം. അപ്പൊ ഇന്നത്തെ ഇവിടെ രാഷ്ട്രീയം പറയാൻ പൂർണ്ണമാവുകയാണ്. നാളെ പാലക്കാട് കോട്ട മൈതാനിയിൽ കാണാം. ഗുഡ് ബൈ.